അപ്പോൾ ഇതാ സമയം ഒരുപാട് വൈകുന്നേരമായില്ലേ. അപ്പോൾ വീട്ടിലിങ്ങനെ വെറുതെ കുത്തിരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നാലോ എന്ന് ഇങ്ങനെ ഒരു പൂതിട്ടോ. അപ്പോൾ ഇതാ അതിനായിട്ട് വീട്ടിൽ കുറച്ച് പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പഴം വെച്ചിട്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാക്കണമല്ലോ എന്നിങ്ങനെ ആലോചിച്ചു. സാധാരണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കഴിക്കാറാണ് പതിവ്. അല്ലെങ്കിൽ പഴവും തേങ്ങയൊക്കെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഉടച്ചുണ്ടാക്കിയിട്ട് അങ്ങനെ സ്പൂൺ കൊണ്ട് കോരി കഴിക്കുകയും ചെയ്യും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കണമല്ലോ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ഐഡിയ കിട്ടിയത്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ച് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്യാണ്. അപ്പോൾ നമ്മളെ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ പഴത്തിനൊക്കെ നല്ല രീതിയിൽ തോല് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതായി തോല് കളഞ്ഞ പഴത്തിനെ ഈ നടുക ഇങ്ങനെ സമാക്കിയിട്ട് മുറിക്കുക. എന്നിട്ടൊരു പാത്രത്തേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ബാക്കിയുള്ള കൂടി നമുക്ക് വേഗം വേഗം മുറിച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പഴം എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മളെ ഈ ഒരു അടിപൊളി സംഭവത്തിന് നല്ല അടിപൊളി മധുരമൊക്കെ ഉണ്ടാവുള്ളൂ. ഈ ഒരു പഴത്തിൻ്റെ മധുരം തന്നെയാണ് ഇതിലുണ്ടാവുക. കാരണം ഞാനിതിൽ വേറെ മധുരത്തിന് വേറെ ഒന്നും കൂട്ടണില്ല. അപ്പോൾ അത് നമ്മളെ പഴം മുഴുവനായിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് സംഭവങ്ങൾ കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾക്ക് ഇങ്ങനെ വഴിയേ പറഞ്ഞുതരാം. അടുത്ത എന്താ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു 4 മുട്ട എടുത്തിട്ട് പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ അത് ചെയ്യണേ. ഈ മുട്ടേനെ നല്ല രീതിക്കൊന്ന് ഉടച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കേ പഴമൊക്കെ മധുരം കുറവാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നല്ല പഴുപ്പാവാത്ത പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഈ ഒരു മുട്ടേൻ്റെ ഇതിക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മളെ പഴം നല്ല മധുരം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കാത്തത്. അപ്പോൾ നമുക്ക് ഇനി ഇതിവിടെ മാറ്റിയേക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ കുറച്ച് റസ്ക് പൊടിയുണ്ട്, ഒരു കയ്യിൽ കുറച്ച് മൈദപ്പൊടിയുണ്ട്. അപ്പോൾ ഈ 2 സംഭവങ്ങളും നമുക്ക് വേണം. അപ്പോൾ ഞാൻ ഇതും കൂടി ഇവിടെ വെക്കാം. ഇപ്പോൾ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിന്ന് ഇതേപോലെ ഒരു പഴം എടുക്കുക. എന്നിട്ട് ഈ മുട്ടേൻ്റെ ഈ ഒരു ഇതിലിങ്ങനെ മുക്കി കൊടുക്കുക. എന്നിട്ട് വേഗം തന്നെ ഈ മൈദപ്പൊടിയിൽ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. വീണ്ടും നമ്മൾ ഈ മുട്ടയിൽ തന്നെ ഒന്നിങ്ങനെ മുക്കി കൊടുക്കുക. എന്നിട്ട് റസ്ക് പൊടിയിൽ നല്ല രീതിക്കൊന്നിങ്ങനെ ഉരുട്ടി കൊടുക്കുക. ഇങ്ങനെ മൊത്തം ഈ പഴത്തിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതോടെ മാറ്റിക്കുക. അതേ രീതിക്ക് എല്ലാം ചെയ്തെടുക്കണം. അപ്പോൾ വേഗം വേഗം ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അപ്പം അങ്ങനെ വേഗം വേഗം ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മളെ ലാസ്റ്റത്തെ പഴം കൂടി നമ്മൾ നല്ലോണം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ ഇതെന്താ ചെയ്യണ്ടേ, വേഗം തന്നെ നമുക്ക് പൊരിച്ചെടുക്കുക. അപ്പോൾ പൊരിക്കാനായിട്ടുള്ള ചീനിച്ചട്ടി വെച്ചെടുക്കണേ. ഇനി ഇതിക്ക് നമുക്ക് വെളിച്ചെണ്ണ കേട്ടോ ഒഴിക്കാൻ പോണേ. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വേഗം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. അപ്പോൾ വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ച് വെക്കല്ലേ. നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് മറിച്ചിടണ്ടേ. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. ഇനി ഒരു ഭാഗമായിട്ടുണ്ട്. നമുക്ക് മറ്റേ ഭാഗം കൂടി ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇനി അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ വേവിക്കാം. അപ്പോൾ ഈ സമയത്ത് തീയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഓവർ ചൂടായാൽ പെട്ടെന്ന് കരിയും, ഉള്ളറ്റ വേവില്ല പഴം. അപ്പോൾ അതുകൊണ്ട് തീയൊക്കെ നല്ല രീതിയിലൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ വെച്ച് വേണം അത് വേവിക്കാൻ. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വാങ്ങാം. അപ്പോൾ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ മുട്ടപ്പഴം മുക്കിപ്പൊരിച്ചത് നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവം തന്നെയാണ് കേട്ടോ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ നിങ്ങളെല്ലാവരും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. വിരുന്നുകാരൊക്കെ വരുമ്പോഴേ ഒരു പുതിയ വെറൈറ്റി ഒരു ഡിഷ് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കൊരു മനസ്സിന് തന്നെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ ഇതും ആയിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ കോരാം.
അപ്പം നല്ലൊരു മഴയ്ക്കുള്ള കോളുണ്ട് കേട്ടോ. ഇടിയൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ പൊട്ടുന്ന ഒച്ചയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് ശേഷമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ നാട്ടിലൊക്കെ മഴ പെയ്യുന്നുണ്ടോ? ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ മഴയൊക്കെ പെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ. കാരണം അപ്പോൾ അത് വേനൽ മഴയാണല്ലോ, എല്ലായിടത്തേക്കും എത്തുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാനൊരു സന്തോഷം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പം നമ്മളെ സാധനം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ അതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള സംഭവം ഇതാ അടിപൊളിയായിട്ട് ഞാൻ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡെക്കറേഷനൊന്നും ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കി കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഡെക്കറേഷൻ ചെയ്തോണ്ടു. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇതാ അത് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കാണേ. അപ്പോൾ കഴിക്കല്ലേ മക്കൾസേ? കൊതി പിടിച്ചിരിക്കുകയല്ലേ? എന്നാൽ എല്ലാവരും എടുത്തോളി. അപ്പോൾ ചൂടുണ്ടോ നോക്കി കഴിച്ചോണ്ട് കേട്ടോ. കിച്ചു ചൂടുണ്ടോ? ചൂടറിയണോ? ചൂടുണ്ടല്ലേ ചെറുതായിട്ട്? അടിപൊളി കിട്ടു കിട്ടു. അടിപൊളി നല്ല ക്രിസ്പിനെസ്. നല്ല ചൂടും ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് ചൂടാറിയിട്ട് കഴിക്കണം കേട്ടോ. കാരണം അപ്പോഴേ നമുക്കത് ആസ്വദിച്ച് കഴിക്കാനുള്ളൂ. എന്തായാലും സംഭവം കിടുക്കാച്ചായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒരു വട്ടമെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കണം കേട്ടോ. ആ ഒരു മുകൾ ഭാഗത്തുള്ള നല്ല ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നല്ല മഴയും വരുന്നുണ്ട്. വേഗം കഴിക്കാന്ന് പറയാനും വയ്യ അവരോട്, ചെറുതായിട്ട് ചൂടുണ്ടായതോണ്ട്. ആ കിച്ചു എങ്ങനുണ്ട്? അടിപൊളി. അപ്പം കഴിച്ചോളിട്ടോ. ഞാൻ എൻ്റെ കാര്യത്തിൽ കിടന്നാലോ ചിന്നോ. അപ്പോൾ ഇതിൻ്റെ പേരെന്തേ നിന്നോ? മുട്ടപ്പഴം മുക്കി പൊരിച്ചത്. അപ്പം ഈ ഒരു മുട്ടപ്പഴം മുക്കി പൊരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചിരുളി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. എന്നാലാണ് നമ്മളിരുന്ന ഇതേപോലെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ അതുപോലെ നമ്മളെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചെടുക്കണം കേട്ടോ. ഓരും കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഈ ഒരു അടിപൊളി സംഭവം അല്ലേ. അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള പുതിയ നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.